ശബരിമല വിഷയം കോൺഗ്രസിന് വേണ്ടി പരമാവധി കത്തിക്കാൻ ചില മാധ്യമ അവതാര വിവരക്കേടുകളും ശ്രമിക്കുന്നുണ്ട്. അവരെ വിവരക്കേടുകൾ എന്ന് വിളിക്കാൻ കാരണം എന്തെന്നാൽ റിപ്പോർട്ടർ ചാനലിലെ ഇന്നത്തെ ഒരു ചർച്ചയുടെ ചില പ്രസക്ത ഭാഗമാണ്. ആധികാരികമായിട്ട് കോടതി വിധി എന്നുള്ള നിലയ്ക്ക് ശബരിമല വിഷയത്തിൽ ആധികാരികമായിട്ട് സ്മൃതി പരുത്തിക്കാട് ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അരുൺകുമാറിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറിച്ച് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ ഒരു ഉരുളൽ കണ്ടു. നിങ്ങളും കാണണം. ഒരു വിഷയത്തിലും വസ്തുതകളുടെ പിൻബലമില്ലാതെ ഇരുന്ന് കാച്ചി വിടുന്നവരാണ് നമ്മുടെ അവതാരങ്ങളെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണം. പറ്റിയിട്ടുണ്ട്, പരിഹരിക്കാമെന്നാണ്. അപ്പോൾ അങ്ങത് വിമർശനമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമാണ്. കോടതി അത് വെള്ളിയാഴ്ച, അതായത് മറ്റന്നാൾ മറുപടി നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിർച്വൽ ക്യൂവിന്റെ എണ്ണം കുറയ്ക്കേണ്ടി വരുമെന്ന് പറയുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഭക്തരാണ് ക്യൂവിൽ നിൽക്കുന്നതെന്ന് ഹൈക്കോടതി പറയുന്നു. അവിടെ ക്യൂ നിൽക്കുന്നവരുടെ പ്രതികരണങ്ങളാണല്ലോ നമ്മൾ തുടക്കത്തിൽ കണ്ടത്. ആ നിൽക്കുന്നവരുടെ പ്രതികരണങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ പറയുന്നത്. പറഞ്ഞോളൂ. ഈ ഹൈക്കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവിന്റെ ഏതു പാരഗ്രാഫിലെ ഏതു വരിയാണ് താങ്കൾ വായിച്ചത്? ഒന്ന് പറയാമോ? ഉത്തരവിന്റെ പകർപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. കോടതി വിധി വന്ന സമയത്ത്, കോടതി ഉത്തരവ് വിമർശനങ്ങൾ വന്ന സമയത്ത് നമ്മൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അടക്കം വിളിച്ചതും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കുഴപ്പങ്ങൾ പറ്റിയിട്ടുണ്ട്, പരിഹരിക്കുമെന്ന് പറഞ്ഞതുമാണ്. അങ്ങേക്ക് എന്താണ് ഈ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്? ഇന്നലെ കണ്ട ദൃശ്യങ്ങളൊന്നും തിരക്കിന്റേതല്ലേ? ഇന്നലെ അവിടെ കണ്ട കുട്ടികളടക്കം കരയുന്ന, വൃദ്ധരടക്കം ബുദ്ധിമുട്ടുന്ന, അവിടെ ദർശനം നടത്താതെ മടങ്ങിപ്പോയവർ ഒരു യാഥാർത്ഥ്യമല്ലേ? വിധി നിങ്ങൾക്ക് കിട്ടിയില്ല, അതായത് വിധി പുറത്തു വന്നിട്ടില്ല, ആ വിധി നിങ്ങൾ വായിച്ചിട്ടില്ല. ആ വായിക്കാതെ ചില വാചകങ്ങൾ നിങ്ങൾ എഴുതി പിടിപ്പിച്ച് നിയമകാര്യ ലേഖകൻ ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്ന തെറ്റായ വാർത്തയല്ല. ഇന്ന് ഏത് ചാനലിലാണ് ഈ വാർത്തയില്ലാത്തത്? ഏത് മാധ്യമങ്ങളിലാണ് വാർത്തയില്ലാത്തത്? ഈ വാർത്തകളോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത് കുഴപ്പം പറ്റിയിട്ടുണ്ടെന്നാണ്. അങ്ങ് എന്തിനാണ് അത് ഖണ്ഡിക്കാൻ നിൽക്കുന്നത്? ഖണ്ഡിക്കാൻ സത്യസന്ധമായ കാര്യങ്ങൾ നിങ്ങളുടെ ചർച്ചയിൽ വന്ന് പറയുന്നു. ഈ നിങ്ങളുടെ നിയമകാര്യ ലേഖകൻ ഉണ്ടെന്നുള്ളത് പുതിയ സംഭവമൊന്നും അല്ലല്ലോ. ആ നിയമകാര്യ ലേഖകൻ പറഞ്ഞതായി നിങ്ങൾ പറഞ്ഞിരിക്കുന്ന വാചകം പുറത്തു വരാത്ത ഒരു ഇടക്കാല ഉത്തരവിലെ ആ ഇടക്കാല ഉത്തരവിൽ ഒരു വരി പോലും പുറത്തു വരാത്ത സാഹചര്യത്തിൽ കോടതി പറയാത്ത കാര്യങ്ങൾ ശുദ്ധ അസംബന്ധം, ശുദ്ധ കള്ളം, വ്യാജ വാർത്ത, രാവിലെ കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരവിൽ അതുണ്ടോ എന്നുള്ളതല്ല. കോടതി വിമർശനം ഉന്നയിച്ചു. എന്തിനാണ് കോടതി ഈ കേസ് പരിഗണിച്ചത്? കോടതി എന്തിനാണ് ഇന്ന് ഈ കാര്യങ്ങൾ പരിഗണിച്ചത്? അങ്ങ് അത് പറയൂ. ശബരിമല എല്ലാം ശുഭകരമാണെങ്കിൽ കോടതി എന്തിനു പരിഗണിക്കണം? അതൊന്ന് പറയൂ. കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ല, നിങ്ങൾ കേൾക്കൂ. നിങ്ങൾ മര്യാദയായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കൊണ്ടുവരുന്ന വ്യാജ വാർത്തയെ സാധൂകരിക്കാൻ നിങ്ങൾ എന്തും പറയും. കോടതി മണ്ഡലകാലം വന്നു കഴിഞ്ഞാൽ ശബരിമല ബെഞ്ച് കൃത്യമായി ഈ കേസ് പരിഗണിക്കും. 1-ാം തീയതി പരിഗണിക്കും. അതിനുശേഷം ഏത് സമയത്തും പോസ്റ്റിംഗ് ഇല്ലെങ്കിൽ പോലും കോടതിക്ക് പരിഗണിക്കാം. കോടതി ശബരിമല മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ഉണ്ടായ സൗകര്യങ്ങൾ പരിശോധിക്കുന്നു. കൃത്യമായി സ്പോട്ട് ബുക്കിംഗ് ഇത്ര വേണമെന്ന് കോടതി പറയുന്നു, വെർച്വൽ ബുക്കിംഗ് ഇത്ര വേണമെന്ന് പറയുന്നു. അത്തരത്തിൽ ബുക്കിംഗ് ഉള്ളവരെ മാത്രം ശബരിമലയിൽ വരുന്നു. പക്ഷേ മറ്റു ദിവസങ്ങളിൽ ബുക്ക് ചെയ്തവരും കെട്ട് നിറച്ച് ശബരിമലയ്ക്ക് വരുമ്പോൾ അവരും പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് ഇൻഡിവിജ്വലായി പരിശോധിച്ച് നിങ്ങളുടെ വെർച്വൽ ബുക്കിംഗിന്റെ ഡേറ്റ് 25-ാം തീയതിയാണ് അല്ലെങ്കിൽ 22-ാം തീയതിയാണ്, വരാൻ പോകുന്ന ദിവസമാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കണ്ടല്ലോ, വിധി കണ്ടിട്ടുണ്ടോ? പരിപാടി കഴിഞ്ഞു. ഒന്നും കണ്ടിട്ടില്ല, വായിച്ചിട്ടുമില്ല, അതിന്റെ ആവശ്യവും ഇല്ല. KPCC ഓഫീസിൽ നിന്ന് അയച്ചു തരുന്ന കുറച്ച് വിവരമുണ്ട്. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ആ ചോദ്യങ്ങൾ വെച്ചിട്ട് ഇരുന്ന് കാച്ചുക. അതിനെ സംബന്ധിച്ച് തിരിച്ച് വസ്തുതകൾ കേൾക്കണ്ട, എന്തെങ്കിലുമൊക്കെ വിളിച്ചങ്ങ് കൂവുക. ഇതിനപ്പുറത്തേക്ക് ചാനൽ അവതാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണോ കേരളത്തിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനെ അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ പരിശ്രമിക്കുന്നത്, അതിന് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം. ഒരു കാര്യം ആലോചിക്കുക, ഏതെങ്കിലും ഒരു വിഷയത്തിൽ സൊല്യൂഷൻ അല്ല ഇവർ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അത് പരിഹരിക്കണമെന്നല്ല. ആ വിഷയത്തെ ഉയർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് വിശ്വാസമൊക്കെ ആണല്ലോ ഇവരുടെ പിടിവള്ളി, അല്ലാതെ മറ്റൊരു കാര്യത്തിനും വിമർശനം ഉന്നയിക്കാനില്ല. അപ്പോ വീണ്ടും 5 വർഷങ്ങൾക്ക് ശേഷം ശബരിമല, അവിടെ ആൾക്കാർ കൂട്ടത്തോടെ വന്നു. തിരക്ക് കൂടി വന്നപ്പോൾ ആൾക്കാരെ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ആ തിരക്ക് അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓപ്പറേറ്റ് ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇവർ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ സ്വാഭാവികമായും സ്ക്രിപ്റ്റ് ആണോ അതോ പ്ലാൻ ചെയ്തതാണോ എന്നൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. എന്തായാലും
കൂട്ടത്തോടെ ഒരു മനുഷ്യർ കടന്നു വന്നാൽ, നിങ്ങൾ ഈ അടുത്ത കാലത്ത് യു പിയിലെ പൂർണ്ണ കുംഭമേള കണ്ടു കാണും. അവിടെ സംഭവിച്ചതുപോലെ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഈ സന്ദർഭത്തിൽ ഉണ്ടാകും. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഏതൊരു സ്ഥലത്തും അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ കടന്നു വന്നാൽ എന്താണോ സംഭവിക്കുന്നത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാത്രമേ ശബരിമലയിൽ സംഭവിച്ചിട്ടുള്ളൂ. സാധാരണഗതിയിൽ ശബരിമല നട തുറന്നാൽ ഇത്രയും പേർ ഒരുമിച്ച് വരുന്നത് മുൻകാലങ്ങളിൽ പതിവില്ലാത്ത കാര്യമാണ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം തന്നെ വർക്കിംഗ് ഡേയുമായിട്ട് ഇത്രയും ആൾക്കൂട്ടം അവിടേക്ക് കടന്നു വന്നത്. സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിലെ ഉദാഹരണം വെച്ചിട്ട് അതിനെ പെട്ടെന്ന് നേരിടുന്നതിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്. അത് ആരാണ് സമ്മതിക്കാത്തത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഇത്രയും ആൾക്കൂട്ടം ഒരുമിച്ച് വന്നു. അത് പലരും സ്പോട്ട് ബുക്കിങ്ങിലൂടെ കടന്നു വന്നപ്പോൾ 20,000 കൊടുക്കേണ്ടടുത്ത് 37,000 പേരായപ്പോൾ 1,00,000-ൽ പര ആൾക്കാർ കടന്നു വരുമ്പോൾ എല്ലാവരെയും പരമാവധി തൊഴിയിക്കാൻ പറ്റുമോ എന്ന് പരിശ്രമിച്ചു. ആ പരിശ്രമത്തിൽ ചില പാകപ്പിഴകൾ ഉണ്ടായെന്നേ, അത് തുറന്ന് സമ്മതിച്ചില്ലേ? ആ പാകപ്പിഴകൾ എന്തോ മഹാ അപരാധം പോലെ അങ്ങ് തട്ടി വിടുകയാണ്. അതിനെ കോടതിയും കൂടി കൂട്ടുപിടിക്കുകയാണ്. വരാത്ത വിധിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ പറഞ്ഞു അത്രേ. നിയമകാര്യ ലേഖകൻ പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഉള്ളതാകുമോ? അങ്ങനെയുള്ള കാര്യത്തിൽ അരുൺകുമാർ മറുപടി പറഞ്ഞപ്പോഴാണ് ചില അവതാരക രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇമാതിരി ഉരുളൽ കണ്ടത്. ഇതൊക്കെ നാട് കാണേണ്ടതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇപ്പോ തെരഞ്ഞെടുപ്പ് കാലഘട്ടം ഒരു സുവർണാവസരമാണ്. അവിടെ വരുന്ന ഭക്തർക്ക് നല്ലതുണ്ടാകണമെന്നല്ല ഇവരുടെ ആഗ്രഹം. അവിടെ ബുദ്ധിമുട്ടണം. ആ ബുദ്ധിമുട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ എന്തെങ്കിലും സംഭവിക്കണം. ആ സംഭവം ഉണ്ടായാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? അവിടെ വിശ്വാസവും ഭക്തിയും ഒക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മുടെ കച്ചവട താല്പര്യവും നമ്മുടെ അധികാര രാഷ്ട്രീയവും എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അവിടെ അത്യാഹിതങ്ങൾ ഉണ്ടാകണമെന്നും ആ അത്യാഹിതങ്ങൾ ഉണ്ടാവട്ടെ ഇപ്പോ ഉണ്ടാകും എന്ന മനോഭാവത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ വേട്ടക്കാർക്ക് കുടപിടിക്കുന്ന മാധ്യമ അവതാരങ്ങൾ കൂടി ഉണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ചില ചാനൽ ചർച്ചകളിൽ കാണുന്നതെന്ന് ഈ ഉദാഹരണത്തെ മുൻനിർത്തി പറയേണ്ടി വരികയാണ്.